Good morning. ഓക്കെ, കുറച്ച് ദിവസങ്ങളായല്ലേ കണ്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? അവരടിച്ചു പൊളിച്ചോ? അടിപൊളി. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് 4th മൊഡ്യൂളിലെ ഹൗസ് കീപ്പിംഗ് സർവീസ് ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലേ? പുതിയ ചാപ്റ്റർ അല്ലേ എടുക്കണ്ടേ? 2 ചാപ്റ്റർ കൂടി ഉണ്ട്. ഞാൻ എടുക്കുന്നതില് ഓവർവ്യൂ ഉണ്ട്, നെക്സ്റ്റ് HIS ഉണ്ട് കേട്ടോ. ഓക്കെ, ചാപ്റ്റർ 6 ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഹൗസ് കീപ്പിംഗ് കംപ്ലീറ്റ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നോ നമ്മള്? യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്റർ 6 ആണ്, ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തത് കേട്ടോ. ഓക്കെ, an overview of health and hospital administration. അഫ്സാന ഒന്ന് ഷെയർ ചെയ്തിട്ടോ. നമ്പർ എത്രയാണ്? പേജ് നമ്പർ എത്രയാണ്? 40. ശരണ്യൊക്കെ ഉണ്ട്, 40 ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ പഠിച്ചല്ലേ അല്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റെസ്പോൺസിബിലിറ്റി പഠിച്ചായിരുന്നോ? റെസ്പോൺസിബിലിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെയാണ് ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓവർവ്യൂ എന്ന് വെച്ചാൽ എന്താ? ഒരു അവലോകനം. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ മൊത്തത്തിലുള്ള ഒരു അവലോകനം. ഇതാണ് ഹെൽത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിന്റെ സ്കോപ്പ് എന്താണ്, പ്രിൻസിപ്പൾ, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം ചെലവായിട്ട് കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ ഓൾറെഡി പല ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചതാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലൊക്കെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്താണ് ഫസ്റ്റ് നോക്കിയത്? മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഇത് ഇത്തിരി ലെങ്തി സെന്റൻസ് ആണ്. സെന്റൻസ് കണ്ട് ആരും പേടിക്കണ്ട. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് അണ്ടർലൈൻ ചെയ്തിടാം. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്താണ് ഈ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? നോക്കിയേ, ഫസ്റ്റ് തന്നെ പല പല പേരുകളാണ് കൊടുത്തേക്കുന്നത്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഇതെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ അതിന് പല പല പേരുകളായിട്ട് ചോദിക്കാം. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്തൊക്കെയാണ് ആ പേരുകൾ? ആദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നതൊക്കെ സെയിം തന്നെയാണ്. പല പല പേരുകളാണ്. ഇസ് ദ ഫീൽഡ് that is related to leadership. Leadership എന്ന് പറഞ്ഞാൽ എന്താ? നേതൃത്വം. Leadership, then management and administration. ഭരണം. എന്തിന്റെ? Of public health system, health care system, hospital and hospital network in all the primary, secondary, tertiary sectors. എന്താ പറഞ്ഞേക്കുന്നത്? അത്ര ഒറ്റ സെന്റൻസ് ആണ്. നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ സാധാ പറയുന്ന പോലെ തന്നെ ബാക്കി തന്നെ നോക്കി പോവാട്ടോ. എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിൽ പെട്ട, നിങ്ങൾ പഠിച്ചല്ലേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസില്? പ്രൈമറി സെക്ടേഴ്സ്, സെക്കൻഡറി, ടെർഷ്യറി ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ അല്ലേ? അപ്പൊ അതിനകത്ത് എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ ഏതൊക്കെ? പ്രാഥമിക, എല്ലാ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ, ഹോസ്പിറ്റലുകളുടെ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് അതായത് ഹോസ്പിറ്റൽ ശൃംഖലകള് തുടങ്ങിയവയുടെ എന്താണ്? നേതൃത്വം, ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫീൽഡ് ആണ് ഏത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സെന്റൻസ് ഏറ്റവും ലാസ്റ്റ് എന്ന് തുടങ്ങി ആ സെന്റൻസിന്റെ ലാസ്റ്റ് മുതൽ ബാക്കിലേക്ക് നോക്കിപ്പോയ നിങ്ങള് ആദ്യം എന്താ നമ്മൾ പറഞ്ഞത്? എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിൽ വരുന്ന ഏതിന്റെയൊക്കെ?
പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ പൊതുജന ആരോഗ്യ സംവിധാനങ്ങള്, ഹെൽത്ത് കെയർ സിസ്റ്റം, ആരോഗ്യ പരിപാലന സംവിധാനങ്ങള്, ഹോസ്പിറ്റലുകള്, ഹോസ്പിറ്റൽ ശൃംഖലകളുള്ളത് എന്നിവയുടെ നേതൃത്വം, മാനേജ്മെന്റ്, ഭരണം, അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡ് ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നെല്ലാം പറയുന്നത്. ക്ലിയർ ആയോ ഫസ്റ്റ് സെന്റൻസ്? ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ക്ലിയർ ആയോ? എവിടെയുള്ളതാ? എല്ലാ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിലും ഉൾപ്പെടുന്ന പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ, ഹോസ്പിറ്റലിന്റെ, ഹോസ്പിറ്റൽ ശൃംഖലകളുടെ നേതൃത്വം, മാനേജ്മെന്റ്, ഭരണം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡ് ആണ് ഏത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് ആ ഫസ്റ്റ് സെന്റൻസിന്റെ ആദ്യം ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അതർ നെയിംസുകളും അവിടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താ? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാത്തിന്റെയും മാനേജ്മെന്റ്, ഓവറോൾ മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പ്രീതി പേജ് നമ്പർ 40 കേട്ടോ, 40. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നോക്കിയേ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താ ചെയ്യുന്നേ? ഫോർമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? രൂപപ്പെടുത്തുക, രൂപപ്പെടുത്തുക. ദെൻ കൺട്രോൾ, കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക. ദെൻ കോർഡിനേറ്റ്, ഏകോപിപ്പിക്കുക. എന്തൊക്കെയാ ചെയ്യുന്നത്? ഫോർമുലേറ്റ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് medical and health services for organization and business. എന്താ? ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർമാര് എന്താ ചെയ്യുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർമാര് എന്താ ചെയ്യുന്നേ? ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർമാർ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുത്തുന്നു, നിയന്ത്രിക്കുന്നു, ഏകോപിപ്പിക്കുന്നു. എന്താ നോക്കിയേ? ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാര് ഓർഗനൈസേഷനുകൾക്കും ആ ഹോസ്പിറ്റലുകൾക്കും അല്ലെങ്കിൽ ആ സ്ഥാപനം, അതായത് ഹോസ്പിറ്റലുകൾക്കും അതുപോലെ തന്നെ ബിസിനസിനും വേണ്ടി മെഡിക്കൽ ഹെൽത്ത് കെയർ, ഓക്കെ, ആ സെന്റൻസ് ഒന്ന് നോക്കിയേ. മെഡിക്കൽ ഹെൽത്ത് കെയർ സർവീസസുകള് എന്ത് ചെയ്യുന്നു? അത് രൂപപ്പെടുത്തുകയും കൺട്രോള്, നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർ എന്താ ചെയ്യുന്നതെന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്. എന്താ കോർഡിനേറ്റ് ചെയ്യുന്നത്? അത് കൺട്രോൾ ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്താണ്? മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്. ആർക്ക് വേണ്ടി? ഫോർ ഓർഗനൈസേഷൻ ആൻഡ് ബിസിനസ്. ഓർഗനൈസേഷൻ, സ്ഥാപനങ്ങൾക്കും ബിസിനസിനും വേണ്ടി മെഡിക്കൽ ഹെൽത്ത് സർവീസസ് കോർഡിനേറ്റ് ചെയ്യുക, അതിനെ ഏകോപിപ്പിക്കുക, നിയന്ത്രിക്കുക, രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാര് ചെയ്യുന്നത്. സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ടോ. As a health care administrator, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു അദ്ദേഹം? It manage the benefits of employees as well as create a connection between physician, benefits and physician. അപ്പൊ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഇത് അവിടുത്തെ സ്റ്റാഫുകൾ, എംപ്ലോയീസ്, അവിടുത്തെ സ്റ്റാഫുകൾ, അവർക്കിടെ ആനുകൂല്യങ്ങൾ, ബെനിഫിറ്റ്സ് അല്ലെ, അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അവർക്കുള്ള ആനുകൂല്യങ്ങള് ലഭ്യമാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ആരൊക്കെ തമ്മില്? അപ്പൊ അങ്ങനെ ആ ബെനിഫിറ്റ് കിട്ടുന്നവരില്ലേ, ആ എംപ്ലോയീസും ഫിസിഷ്യനും തമ്മില് നല്ലൊരു, അപ്പൊ ആർക്കൊക്കെയാണോ അവിടെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് അവരും ഫിസിഷ്യനും തമ്മിലുള്ള നല്ലൊരു കണക്ഷൻ സൃഷ്ടിക്കാനും നല്ലൊരു ബന്ധം സൃഷ്ടിക്കാനും അതിലൂടെ സാധിക്കുന്നു. ഞാൻ പറഞ്ഞേക്കുന്നേ ആ സെന്റൻസില് ആസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയില് അദ്ദേഹം എന്താ ചെയ്യുന്നേ?
മാനേജ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസ്. അവിടുത്തെ സ്റ്റാഫുകള് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ആനുകൂല്യങ്ങള് ലഭ്യമാക്കുന്നതിനുള്ള കാര്യങ്ങള് മാനേജ് ചെയ്യുന്നു. എന്താ ചെയ്യുന്നേ? മാനേജ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയി. കണ്ടോ, എന്ത് ചെയ്യുന്നു? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയില് അവിടുത്തെ എംപ്ലോയീസിന്റെ ആനുകൂല്യങ്ങള് അവർക്ക് ലഭ്യമാക്കുന്നതിനുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു. ഇനി നോക്കിയേ, അങ്ങനെ അപ്പൊ അവിടെ ആർക്കൊക്കെയാണോ അവിടെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്, ആ ബെനിഫിറ്റ്സ് കിട്ടുന്നവര് അവരും ഫിസിഷ്യനും തമ്മില് അല്ലെ, ആർക്കൊക്കെയാണോ അവിടെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് അവരും ആ ഫിസിഷ്യനും തമ്മില് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കുന്നതിനും ക്രിയേറ്റ് സൃഷ്ടിക്കുന്നതിനും സാധിക്കുന്നു. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കണ? ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞേക്കുന്നത് ബിസിനസിനും ആ സ്ഥാപനത്തിനും വേണ്ടിയിട്ട് മെഡിക്കൽ ഹെൽത്ത് സർവീസുകള് രൂപപ്പെടുത്തുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ഏകോപിപ്പിക്കുക അല്ലെ, കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയില് അവിടെ നോക്കിയേ, അവിടുത്തെ എംപ്ലോയീസ് അല്ലെ, എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫിന് അവർക്കിടെ ആ ബെനിഫിറ്റ്സ് ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ട ബെനിഫിറ്റ്സുകള് ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു. അപ്പോ അങ്ങനെ ആ ബെനിഫിറ്റ്സ് കിട്ടുന്ന ആളുകളില്ലേ, അങ്ങനെ എന്താ പറയാ, അവരും ആ ഫിസിഷ്യനും തമ്മില് നല്ലൊരു ബന്ധം, ഒരു കണക്ഷൻ സൃഷ്ടിക്കാനും അതിലൂടെ കഴിയുന്നു. ദീസ് റിക്വയർമെന്റ്സ്, ഈ കാര്യങ്ങൾക്കൊക്കെ എന്ത് വേണം? അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എന്ത് വേണം എന്നാ പറഞ്ഞേക്കണേ? നീഡ് എ ബ്രോഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ബിസിനസ് സ്കിൽസ്. കണ്ടോ, ബിസിനസ്സില് നല്ല കഴിവ് വേണം, നല്ലൊരു അനുഭവ പരിചയം വേണം, നല്ലൊരു വിശാലമായ ഒരു പശ്ചാത്തലം, ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. ആൻഡ് സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ദ ഹെൽത്ത് കെയർ ഫീൽഡ്. ഹെൽത്ത് കെയർ ഫീൽഡിനെ കുറിച്ച് നല്ലൊരു നോളജും വേണം, പ്രത്യേകമായിട്ടുള്ള നോളജും വേണം. ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ദീസ് റിക്വയർമെന്റ്സ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് വേണം? അവിടെ ബിസിനസ് കഴിവുകളില് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം, പിന്നെ ഹെൽത്ത് കെയർ ഫീൽഡിനെ കുറിച്ച് നല്ലൊരു നോളജ് വേണം. അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഹെൽത്ത് കെയർ ഫീൽഡിനെ കുറിച്ച് ഒരു അറിവും ഇല്ലാത്ത ഒരാൾക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇതെന്താണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാര് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ 2 പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ആ ബിസിനസ്സില് എന്ത് വേണം? ഒരു വിശാലമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വേണം അല്ലെ, പിന്നെ ഒരു നല്ലൊരു നോളജും വേണം. ഹെൽത്ത് കെയർ ഫീൽഡില് സ്പെഷ്യലൈസ്ഡ് നോളജും വേണം. ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആയോ? അതായത് നമ്മൾ ആദ്യത്തെ സെന്റൻസ് അതർ നെയിംസ് നോക്കാൻ പറഞ്ഞു. പിന്നെ നമ്മള് അടുത്തത് അണ്ടർലൈൻ ചെയ്തേക്കുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർ എന്താ ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. ഫോർമുലേറ്റ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്. ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? അവർക്ക് എന്ത് വേണം? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്താ വേണ്ടത്? ബിസിനസ് സ്കില്ല് വേണം അല്ലെ. അതിന് ബിസിനസ്സില് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണം, ഹെൽത്ത് കെയർ ഫീൽഡില് നല്ലൊരു നോളജ് വേണം. ക്ലിയർ ആയോ ഫസ്റ്റ് പാരഗ്രാഫ്? ഓക്കെ, ഇനി നോക്കിയേ, നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ നേച്ചർ, സ്വഭാവം, സ്കോപ്പ് എന്താണ്, പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് എന്താണ്? Health care administration, also often called health administration and medical administration. The previous question paper ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. Health care administration is also called dash. എന്തൊക്കെ അറിയപ്പെടുന്നേ? Health care administration also called health administration and medical administration. Health administration, medical administration എന്നെല്ലാം അറിയപ്പെടുന്നു. Includes, അതിൽ എന്തൊക്കെയാ ഉൾപ്പെടുന്നതെന്ന് നോക്കിയേ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഫസ്റ്റ് സെന്റൻസ്
Healthcare administration often called health administration and medical administration. It includes ഇതിൽ എന്താ വരുന്നേ making both the daily and long-term decision that indicate the healthcare system business strategies. എന്താണ് ഈ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു ബിസിനസ് തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഡെയിലി നമ്മൾ ദിവസേന ദൈനംദിനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങള് ലോങ് ടേം ഡിസിഷൻ ദീർഘകാല തീരുമാനങ്ങള് അല്ലെ ദീർഘകാലവുമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതില് ഉൾപ്പെടുന്നു. ബോത്ത് ഡെയിലി ആൻഡ് ലോങ് ടേം ഡിസിഷൻ അതാണ് ഇതിൽ വരുന്നത് അല്ലെ. എല്ലാ ദിവസത്തെ കാര്യങ്ങൾ എങ്ങനെയാ മാനേജ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ ലോങ് ടേം ഡിസിഷൻ അല്ലെ, ദീർഘകാല തീരുമാനങ്ങള്. That indicate the healthcare system business strategies. ആരോഗ്യ സംവിധാനങ്ങളുടെ എന്താണ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ബിസിനസ് തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്നത്. അതൊരു ബിസിനസ് ട്രിക്ക് ആണ് അല്ലെ, ബിസിനസ് സ്ട്രാറ്റജിയാണ്. ആ ബിസിനസ് തന്ത്രങ്ങളെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ബിസിനസ് തന്ത്രങ്ങളെ സൂചിപ്പിക്കുന്ന ദിവസേനയുള്ളതും ലോങ് ടൈം ദീർഘകാലമായിട്ടുള്ള കാര്യങ്ങള് തീരുമാനങ്ങള് എടുക്കുന്നത് ഇതില് ഉൾപ്പെടുന്നു. Then health administration is the practice which manage, leads and oversees, administers the operation of dynamic എന്ന് പറഞ്ഞാൽ സങ്കീർണമായ ഡൈനാമിക്, then complex ഡൈനാമിക്സ് സങ്കീർണവും ശക്തവുമായ കോംപ്ലക്സ്. ശക്തവും ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ശക്തവും, കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ സങ്കീർണം. ശക്തവും സങ്കീർണവുമായിട്ടുള്ള ഹെൽത്ത് കെയർ എൻറ്റിറ്റീസ് ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽ, ലോങ് ടേം കെയർ ഫെസിലിറ്റി, ഹെൽത്ത് കെയർ സിസ്റ്റം, നഴ്സിംഗ് ഹോം, pharmacies and health insurance providers. ഇത്തിരി ലെങ്തി സെന്റൻസ് ആണ്, പക്ഷെ ഒന്നുമില്ല. അതിനകത്ത് ലാസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കി, ഇൻക്ലൂഡിങ് ഏതൊക്കെ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളാന്ന് നോക്കി. ഹോസ്പിറ്റലുകള് അവിടെ നിന്ന് തുടങ്ങി നോക്കാം. ആ സെന്റൻസിന്റെ ലാസ്റ്റിന്ന് നോക്കാം. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഫുള്ള് ബൈഹാർട്ട് ചെയ്യണ്ട. ഹോസ്പിറ്റലുകള്, ലോങ് ടേം കെയർ ഫെസിലിറ്റികള്, ഹെൽത്ത് കെയർ സിസ്റ്റം, nursing home, pharmacy and health insurance providers. മുതലായ തുടങ്ങിയ ഡൈനാമിക് ആൻഡ് കോംപ്ലക്സ് ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളാണത് കേട്ടോ. തുടങ്ങിയ ശക്തവും സങ്കീർണവുമായിട്ടുള്ള ആരോഗ്യ പരിചരണം നൽകുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയുള്ള സ്ഥാപനങ്ങള് എങ്ങനെയാ ശക്തവും സങ്കീർണവുമായിട്ടുള്ള ഈ ഹെൽത്ത് കെയർ സർവീസ് നൽകുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെ? ഹോസ്പിറ്റല്, ലോങ് ടേം കെയർ ഫെസിലിറ്റി, ഹെൽത്ത് കെയർ സിസ്റ്റം, നഴ്സിംഗ് ഹോം, ഫാർമസി ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് തുടങ്ങിയ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. അത് എങ്ങനെയുള്ള സ്ഥാപനം? ശക്തവും സങ്കീർണവുമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ നൽകുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ചെയ്യണം? കൃത്യമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്യേണ്ടത്? അവര് കൃത്യമായിട്ടുള്ള കാര്യങ്ങള് മാനേജ് ചെയ്യുക, അതിനെ ലീഡ് ചെയ്യുക, നേതൃത്വം വഹിക്കുക, ഓവർസീസ് മേൽനോട്ടം വഹിക്കുക, അഡ്മിനിസ്ട്രേഴ്സ് ഉണ്ടോ അത് മേൽനോട്ടം വഹിക്കുക എന്നിവയെല്ലാം ഇതില് ഉൾപ്പെടുന്നു. തുടങ്ങിയ മുതലായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രാക്ടീസ്. അല്ല, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ രീതിയാണ്. എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു, മേൽനോട്ടം വഹിക്കുന്നു, ദെൻ അഡ്മിനിസ്ട്രേഴ്സ് എല്ലാ ഭരണം കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. ആർക്കടെ? ഹോസ്പിറ്റലുകള്, ലോങ് ടൈം കെയർ ഫെസിലിറ്റി, ഹെൽത്ത് കെയർ സിസ്റ്റം, നഴ്സിംഗ് ഹോം, ഫാർമസി, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് മുതലായ സ്ഥാപനങ്ങൾ. അതിനെ എങ്ങനെയുള്ളത് ഒന്നുകൂടി വിശേഷിപ്പിച്ച് പറഞ്ഞേക്കാം. എങ്ങനെയുള്ള സ്ഥാപനം ഇതെല്ലാം? ഡൈനാമിക് കോംപ്ലക്സ് ഹെൽത്ത് കെയർ നൽകുന്ന ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ കാര്യങ്ങള് എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു, ഓവർസീസ് മേൽനോട്ടം വഹിക്കുന്നു, ഭരണം നടത്തുന്നു. അല്ലെ? അവിടുത്തെ പ്രവർത്തനങ്ങള് എന്താ? അഡ്മിനിസ്ട്രേഴ്സ് ദ ഓപ്പറേഷൻ, അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഒരു ബിസിനസ് പ്രാക്ടീസ് അല്ലെ, ഒരു രീതിയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ. ഇതൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഹെൽത്ത്
അഡ്മിനിസ്ട്രേഷൻ. ആ പാരഗ്രാഫ് ക്ലിയർ ആയോ? 2 സെന്റൻസ് ആണ് നമ്മൾ അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? അത് ബാക്കിൽ നിങ്ങൾ പറഞ്ഞു പോവുക. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം? അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് അറിയാം, നമ്മൾ പറഞ്ഞതല്ലേ, ഓവറോൾ മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാനേജ് ചെയ്യുക, ലീഡ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക, അവിടുത്തെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ, ഭരണകാര്യങ്ങളൊക്കെ നോക്കുക. അത് ചെയ്യുന്ന ഒരു രീതിയാണ്. The importance of healthcare administration involves helping a facility operate daily, preparing programs for the public, training new employees and assisting every patient. Important ആണ് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് എന്താണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് എന്താ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, പ്രാധാന്യം എന്തൊക്കെയാന്ന് നോക്കിയേ. Okay, it involves helping a facility operate daily. ആ ഒരു സൗകര്യം, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റി, അവിടുത്തെ പ്രവർത്തനങ്ങള് ഡെയിലി അവിടുത്തെ കാര്യങ്ങള് നടത്തുക, അല്ലെ, പ്രവർത്തിക്കാൻ സഹായിക്കുക, അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, എല്ലാ ദിവസത്തെയും കാര്യങ്ങള് ചെയ്യാനുള്ള സഹായങ്ങള് ചെയ്തു കൊടുക്കുക. Preparing programs for the public. പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ പോലില്ലേ, അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ തയ്യാറാക്കുക. ഇതെല്ലാം ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ പ്രാധാന്യത്തിൽ വന്നതാ, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാ ദിവസത്തെയും കാര്യങ്ങള്, ഹോസ്പിറ്റലിലെ എല്ലാ ദിവസത്തെയും കാര്യങ്ങള് പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുക, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകള് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുക, പ്രിപ്പയർ ചെയ്യുക, ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ്, പുതിയ എംപ്ലോയീസിന്റെ, തൊഴിലാളികളെ, സ്റ്റാഫുകളെ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, ആൻഡ് അസിസ്റ്റിംഗ് എവരി പേഷ്യന്റ്, എല്ലാ പേഷ്യൻസിനെയും, എല്ലാ രോഗികൾക്കും അവരെ അസിസ്റ്റ് ചെയ്യുക, അതായത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ അപ്പോൺസ്? എന്തൊക്കെയാ ചെയ്യണേ എന്നുള്ളതാട്ടോ. എല്ലാ പ്രവർത്തനങ്ങളിലും ചെയ്യാൻ സഹായിക്കുക, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുക, പുതിയ എംപ്ലോയീസിനെ ട്രെയിനിങ് കൊടുക്കുക, പിന്നെ എല്ലാ പേഷ്യൻസിനും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്, ഇമ്പോർട്ടൻസ്. Then the role of ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി എന്താണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്ന് പറയുന്നത്? റോൾ നോക്കിയേ. Then hospital administrators are accountable for organizing and supervising the health services and everyday activity of a hospital or health care facility. Underline ചെയ്തിട്ടേ. എന്താണ് നമ്മൾ ഈ ഒരു ഹെൽത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തം? അക്കൗണ്ടബിൾ, അവർക്ക് ഉള്ള ഉത്തരവാദിത്തം എന്താണ്? ഫോർ ഓർഗനൈസിങ്, ഓർഗനൈസ് ചെയ്യാൻ വെച്ചാൽ സംഘടിപ്പിക്കുക. പിന്നെ സൂപ്പർവൈസിങ്, എന്താണ് സൂപ്പർവൈസിങ് എന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക. എന്ത്? ഹെൽത്ത് സർവീസസ്, ഉണ്ടോ, ആരോഗ്യ സേവനങ്ങളുടെ അവിടുത്തെ കാര്യങ്ങള് ഓർഗനൈസ് ചെയ്യുക, അതിന് മേൽനോട്ടം വഹിക്കുക, അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ആൻഡ് അതിനൊപ്പം തന്നെ എവരിഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെയോ എവരിഡേ, എല്ലാ ദിവസവും നടക്കുന്ന പ്രവർത്തനങ്ങള്, അല്ലെ, ആ പ്രവർത്തനങ്ങള് ഓർഗനൈസ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനുമുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അതിന്റെ മേൽനോട്ടം വഹിക്കുന്നതിനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ഉത്തരവാദികളാണ്. അണ്ടർലൈൻ ചെയ്തേ. അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ഹു ഈസ് ഓർഗനൈസിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദ ഹെൽത്ത് സർവീസസ് ആൻഡ് എവരിഡേ ആക്ടിവിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി, അല്ലെങ്കിൽ ഡാഷ് ആർ അക്കൗണ്ടബിൾ ഫോർ, അങ്ങനെ ചോദിക്കും. മൂന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അവിടെ സെന്റൻസിൽ ഡാഷ് തന്നെ ഇട്ട് ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിന്റെയോ ഹെൽത്ത് ഫെസിലിറ്റിയുടെയോ ഒക്കെ ദൈനംദിന പ്രവർത്തനങ്ങള്, ഡെയിലി അവിടെ നടക്കുന്ന കാര്യങ്ങള്, എവരിഡേ ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. Okay. Then healthcare administration is the management of
all the non-clinical functions. നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ഇപ്പൊ അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അതൊക്കെയാണോ ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഓവറോൾ മാനേജ്മെന്റ് ആണ്, ക്ലിനിക്കൽ അല്ലാതെ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻ ചികിത്സാ സംബന്ധമല്ലാത്ത പ്രവർത്തനങ്ങൾ അത് ഏതൊക്കെയാ? ഇൻക്ലൂഡഡ് ഇൻ ഓപ്പറേറ്റിംഗ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഹെൽത്ത് കെയർ ഫെസിലിറ്റി പ്രവർത്തിപ്പിക്കുക, ഫ്രം ഡെയിലി ഓപ്പറേഷൻ ഡെയിലി അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുക, ടു സ്റ്റാഫിംഗ് സ്റ്റാഫിംഗ് നടത്തുക, ബഡ്ജറ്റിംഗ് ബഡ്ജറ്റ് തയ്യാറാക്കുക, ഫിനാൻസുകൾ മാനേജ് ചെയ്യുക, അല്ലെ ഇതെല്ലാം ചെയ്യുക. ഇതാണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇസ് ദ മാനേജ്മെന്റ് ഓഫ് നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ്. അണ്ടർലൈൻ ചെയ്തിട്ടേ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ മാനേജ്മെന്റ് ഓഫ് all the non-clinical functions. എന്തിനു വേണ്ടിയിട്ടാണ് നോക്കിയിനി ഇതെല്ലാം ചെയ്യുന്നത്? എന്തിനാ? ഫിനാൻസ് ടു ലോങ് ടൈം സ്ട്രാറ്റജി പ്ലാനിംഗ് ടു മേക്ക് ഷുവർ ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ സിസ്റ്റം. ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ആ ഒരു സംവിധാനം, ആ സിസ്റ്റത്തിന്റെ സക്സസ് വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി അവിടെ എന്താണ് ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാനിങ്, ദീർഘകാല തന്ത്രപരമായിട്ടുള്ള ആസൂത്രണങ്ങൾ നടത്തുക. പിന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ഡെയിലി അവിടുത്തെ പ്രവർത്തനങ്ങള്, സ്റ്റാഫിംഗ് നടത്തുക, ബഡ്ജറ്റിംഗ് നടത്തുക, ഫിനാൻസ് കാര്യങ്ങളൊക്കെ നടത്തുക, അല്ലേ ഇതെല്ലാം മാനേജ് ചെയ്യുക. അതാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ പറഞ്ഞപ്പോഴൊന്നുള്ളൂ കേട്ടോ. മൊത്തത്തില് നമ്മൾ എന്താ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒറ്റ ഒരു വേടി പറഞ്ഞതാണ് ഓവറോൾ മാനേജ്മെന്റ്. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഭരണം. ഓക്കെ, ക്ലിയർ ആയോ സെന്റൻസ്? ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സിസ്റ്റത്തിന്റെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ദിവസേനയുള്ള പ്രവർത്തനങ്ങള്, സ്റ്റാഫിംഗ് നടത്തുക, ബഡ്ജറ്റിംഗ് നടത്തുക, ഫിനാൻസ് മാനേജ് ചെയ്യുക, അല്ലെ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ആ അവിടുത്തെ സക്സസിന് വേണ്ടിയിട്ട്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. ക്ലിയർ ആണോ ആ ഒരു പാരഗ്രാഫ്? ആ ഫസ്റ്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് മൂന്നും ചോദിക്കാം, ഡാഷ് ഇട്ട് ചോദിക്കാം, ഫില്ലിംഗ് ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. ഇനി നോക്കിയേ നെക്സ്റ്റ് വന്നത്, വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? എന്താണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ ടു മേക്ക് എക്സ്റ്റെൻസീവ് ഡിസിഷൻ. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? വിപുലമായ തീരുമാനങ്ങൾ, അല്ലെ for a healthcare facility or institution. അണ്ടർലൈൻ ചെയ്തിട്ടേ ആ സെന്റൻസ്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ അവരെവിടെയാ? ബാക്കിൽ നിൽക്കുന്നവരാണ്, അല്ലെ വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ. നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ നമ്മൾ നേരെ കാണുന്നത് ആരെയാ? ഡോക്ടറിനെയൊക്കെയാണ്, അല്ലെ നമ്മൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പൊ പക്ഷെ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, അതിനുള്ള ഫെസിലിറ്റി കാര്യങ്ങൾ കൊടുക്കുന്നത്, ദിവസേന ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുന്നത്, ഇതൊക്കെ ആരാ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലേ? അതുകൊണ്ട് അവർ ഫ്രണ്ടിൽ നിന്നല്ല, ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാണ്. ഇപ്പൊ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ആക്ടേഴ്സിനെയാണ്, അല്ലെ മോഹൻലാല്, മമ്മൂട്ടി അങ്ങനെയുള്ള ആക്ടേഴ്സിനെയാണ് നമ്മൾ അവിടെ, അതാണ് ശരിക്കും നമ്മളെ. പക്ഷെ അവര് അതിലേക്ക് എത്തിക്കുന്ന ഒരുപാട്, അതിന്റെ ബാക്കിൽ നിൽക്കുന്ന ഒരുപാട് ടീംസ് വർക്കുകളില്ലേ, അല്ലേ ബാക്കിൽ നിൽക്കുന്നവര് അവരാണ് ശരിക്കും, അല്ലേ ഇവര് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ അവര് പറയുന്ന ഡയലോഗ് പോലും, അല്ലെ എത്ര ഇതായിട്ട് അവര് അത് റെഡിയാക്കുന്നതാണ്, അല്ലേ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പാട്ടുകൾ ഇഷ്ടപ്പെട്ടു, അത് എഴുതുന്ന ലിറിക്സ് എഴുതണ്ടേ, അത് ഭംഗിയാണ്, അത് നല്ല രീതിയിൽ പാടിയാലല്ലേ അത്, അല്ലാതെ മോഹൻലാലല്ലല്ലോ അവിടെ വന്ന് പാടുന്നത്, അല്ലല്ലോ പാടുന്നുണ്ട് കേട്ടോ. എങ്കിലും എന്താ പറയാ, നമ്മൾ ആ ഒരു സിനിമ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ കർട്ടന്റെ പിന്നില് ഒരുപാട് പേർക്കിടെ ഒരു എഫേർട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ.
നമ്മൾ ഫ്രണ്ടിലല്ല അവർ നിൽക്കുന്നത്, അവർ ബാക്കിൽ നിന്ന് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കാണ്. ആ ഒരു ഹോസ്പിറ്റലിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ആ കർട്ടന്റെ പുറകിൽ നിന്നിട്ട് എല്ലാ എന്താ പറയാ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരാണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. അവർ നമ്മൾ പറഞ്ഞില്ലേ ഓവറോൾ മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റലിലെ ഓവറോൾ മാനേജ്മെന്റ്. ഇപ്പൊ ഡോക്ടറിന് വന്ന് എന്താ പറയാ പേഷ്യന്റ് നോക്കാൻ മരുന്ന് കൊടുക്കുക, അത്രയുള്ള കാര്യം മതി അല്ലെ, പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ മതി, അത്രയുള്ള കാര്യമുള്ളൂ. അങ്ങനെ ഒരു ചെറിയൊരു ഇതിനകത്ത് ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, അതൊരു എന്താ പറയാ ഒരു ഇതിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ലോ, മൊത്തത്തില് മാനേജ്മെന്റ് ആണ് വരുന്നത്. അപ്പൊ ശരിക്കും ആ ഹോസ്പിറ്റലിന്റെ വിജയം എന്ന് പറഞ്ഞ ആരാണ് ശരിക്കും സക്സസ്ഫുൾ റൺ ചെയ്യുന്നത്? ആരാ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാരല്ലേ, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. അവരാണ് ശരിക്കും എന്താ പറയാ ആ എഫേർട്ട് എടുക്കുന്നത് അല്ലെ, അല്ലാതെ ഫ്രണ്ടിൽ നിൽക്കുന്നവര് മാത്രമല്ല, അതിന്റെ ബാക്കിൽ നിൽക്കുന്നവരാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാര് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഹോസ്പിറ്റലിന്റെയോ ഒക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റെൻസീവ് ഒരു വിപുലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് എവിടെ നിൽക്കുന്ന ആളുകളാ? വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ, ആ കർട്ടന്റെ പിറകിൽ നിൽക്കുന്നവരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഇനി നെക്സ്റ്റ് എന്താ? ദേ ഡയറക്ട്ലി ഹാൻഡിൽ ദ പോളിസി ആൻഡ് ബഡ്ജറ്റ്. അവർ എന്ത് ചെയ്യുന്നു? അവർ നേരിട്ട് അവിടുത്തെ നയങ്ങള്, പോളിസികള്, ബഡ്ജറ്റ് ഇതൊക്കെ എന്ത് ചെയ്യുന്നു? അവര് കൈകാര്യം ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? ടു ജനറേറ്റ് ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ്, രോഗികൾക്ക് മെച്ചപ്പെട്ട ഒരു അനുഭവം കിട്ടുന്നതിന് വേണ്ടി, ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു സർവീസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ആൻഡ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? നല്ലൊരു പേഷ്യന്റ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ പേഷ്യന്റിന്റെയും ഗസ്റ്റിന്റെയും ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ലേ അല്ലെ? അപ്പൊ അവരെന്താ ചെയ്യുന്നേ? ആ പേഷ്യൻസിന്റെ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു? ഗസ്റ്റിന്റെയും സ്റ്റാഫിന്റെയും ഒക്കെ സേഫ്റ്റി ആ ഒരു സുരക്ഷിതത്തിന് വേണ്ടി, അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് മെച്ചപ്പെട്ട ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസ്, രോഗി അനുഭവം സൃഷ്ടിക്കുന്നു. അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? അവിടുത്തെ പോളിസികള്, ബഡ്ജറ്റ് ഇതെല്ലാം നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. ഡയറക്ട്ലി ഹാൻഡിൽ ദ പോളിസി ആൻഡ് ബഡ്ജറ്റ്. ഇതിനു വേണ്ടി അതൊക്കെ ടു ജനറേറ്റ് ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ്, മെച്ചപ്പെട്ട ഒരു രോഗി അനുഭവം, നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ആൻഡ് എൻഷുർ, ഇതിനു വേണ്ടി ആൻഡ് എന്തുകൂടി ഉറപ്പുവരുത്തുന്നു? സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്, ഗസ്റ്റിന്റെയും സ്റ്റാഫിന്റെയും സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് ബഡ്ജറ്റുകളും പോളിസികളും എന്ത് ചെയ്യുന്നു? നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. Then, healthcare administrator have thorough knowledge of the regulatory framework in patient care. Underline ചെയ്ത സെന്റൻസ് എന്തുണ്ട്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എന്താ? രോഗി പരിചരണത്തിലെ ഒരു ആ നിയന്ത്രിതമായിട്ടുള്ള ചട്ടക്കൂടിനെ കുറിച്ച് എന്ത് വേണം? നല്ലൊരു നോളജ് വേണം. അതെ, തറോ നോളജ്, ഒരു കൃത്യമായിട്ടുള്ള ഒരു നോളജ്, അറിവ് വേണം. എന്തിന്? ഓഫ് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻ പേഷ്യന്റ് കെയർ, രോഗി പരിചരണം പേഷ്യന്റ് കെയറിൽ അവിടെ ഉള്ള നിയന്ത്രിതമായ ഒരു ചട്ടക്കൂടിനെ കുറിച്ച് നല്ലൊരു നോളജ് വേണം. അതായത് എന്തൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ കൊടുക്കണം, എങ്ങനെ നല്ലൊരു പേഷ്യന്റ് കെയർ കൊടുക്കണം, അതിനെ കുറിച്ചൊക്കെ എന്ത് വേണം? ഒരു നല്ലൊരു നോളജ് വേണം. Their responsibilities are completely different from responsibility of the doctor or physician. അപ്പൊ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാരുടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ്? ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ ഫിസിഷ്യന്റെയോ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായോ? Their responsibilities are completely different. അതായത് ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തങ്ങൾ പോലെയാണോ ഡോക്ടറിന്റെയോ ഫിസിഷ്യന്റെയോ റെസ്പോൺസിബിലിറ്റി വന്നത്? ആണോ? അവരെന്താ? പേഷ്യൻസ് വരിക, എന്താണ് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുക, എന്നിട്ട് അതിനുള്ള ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ.
ഈ ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഫിസിഷ്യന്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റി. എന്നാൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഓവറോൾ മാനേജ്മെന്റ് ആണ്, ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ അവരുടെ ആ റെസ്പോൺസിബിലിറ്റി തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് ആർ completely different from the responsibility of doctor or physician. ഡോക്ടറിന്റെയോ ഫിസിഷ്യന്റെയോ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാരുടെ റെസ്പോൺസിബിലിറ്റി. While physician handle patients directly, physician എന്നാ ചെയ്യുന്നേ, പേഷ്യൻസിനെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. Then health care administratorമാർ എന്താ, supervise the facility itself. അതിനുള്ള മേൽനോട്ടം വഹിക്കുന്നവരല്ലേ അല്ലെ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാര് സൂപ്പർവൈസ് ചെയ്യുന്നു. അതിന് അവർക്ക് ഇപ്പൊ ഈ ഫിസിഷ്യനൊക്കെ നല്ലൊരു എന്താ പേഷ്യൻസിന് നല്ല രീതിയിൽ ഒരു കെയർ കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം. എന്താണ് ഇതാണ് അതിനെ സൂപ്പർവൈസ് ചെയ്യാണ് ആ ഫെസിലിറ്റി. അങ്ങനെ നല്ലൊരു സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. Health care administrators supervise the facility itself. Then and usually have a bachelor degree or master degree in health administration. Health administration the master bachelor degree or master degree ആയിരിക്കണം. Okay. Then അടുത്ത നോക്കിയേ, how to become a health care administrator. ഇനി നമുക്ക് എങ്ങനെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആവാം? ആ പാരഗ്രാഫില് ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഡയറക്ട്ലി ഹാൻഡ് ക്വാളിറ്റി ആൻഡ് ബഡ്ജറ്റ് എന്നുള്ളത്. പിന്നെ അടുത്തത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് എന്തുണ്ടായിരിക്കണം, ഒരു പേഷ്യന്റ് കെയറില് നല്ലൊരു അതിനുള്ള നിയന്ത്രിതമായ ചട്ടക്കൂടിനെ കുറിച്ച് നല്ലൊരു നോളജ് വേണം. ഓക്കെ. അടുത്ത് നോക്കിയേ, ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. നമുക്ക് ഇനി എങ്ങനെ ഒരു നല്ലൊരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആകാം? എങ്ങനെയാകാം? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഫ്രീക്വന്റ്ലി ഇന്ററാക്ട് വിത്ത് ഡോക്ടേഴ്സ്, നേഴ്സസ്, സർജൻ ആൻഡ് ടെക്നീഷ്യൻ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ട് ചെയ്യണം. ആരൊക്കെയായിട്ട്? ഡോക്ടർമാര്, നേഴ്സന്മാര്, സർജൻ എല്ലാവരുമായിട്ട് എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ട് ചെയ്യണം. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഫ്രീക്വന്റ്ലി ഇന്ററാക്ട് വിത്ത് ഡാഷ്. ആരൊക്കെയാ? ഡോക്ടേഴ്സ്, നേഴ്സസ്, സർജൻ ആൻഡ് ടെക്നീഷ്യൻ. സർജൻ ആൻഡ് ടെക്നീഷ്യൻ, ടെക്നീഷ്യന്മാര് ഇവരെല്ലാവരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ഇന്ററാക്ട് ചെയ്യണം. അടുത്ത നോക്കിയേ, they control the operation of health care organization and seldom എന്ന് പറഞ്ഞാൽ അപൂർവമായി meet directly with the patient in the health care facility. എന്താ പറഞ്ഞേക്കണേ? they control the operation of the health care organization. അപ്പൊ ചോദിക്കാം, who control the operation of health care organization? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. അണ്ടർലൈൻ ചെയ്തോട്ടത്. They control the operation of healthcare organization and seldom meet. കണ്ടോ എന്താ പറഞ്ഞേക്കണേ? ചില സാഹചര്യങ്ങളിൽ എപ്പോഴും അവരെ ഡയറക്റ്റ് പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നില്ല അല്ലെ. അവിടുത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചില സാഹചര്യങ്ങളില്, ചില അപൂർവ സാഹചര്യങ്ങളില് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസുമായിട്ട് അപൂർവമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. അപൂർവമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. They control the operation of the health care organization. Health care organization പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു? അവരെ നിയന്ത്രിക്കുന്നു. അതുപോലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസ് ഇല്ലേ, ആ പേഷ്യൻസുമായിട്ട് അപൂർവമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. An administrator duty is to form the policy that run the facility and to make the better the patient experience. Underline ചെയ്ത സെന്റൻസ് എന്താ പറഞ്ഞേക്കുന്നത്? എന്താണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? is to form the policy. പോളിസി രൂപീകരിക്കുക. പോളിസി അതെന്തിനുള്ള പോളിസിയാ? that run the facility and to make better the patient experience. ഹോസ്പിറ്റല് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികള് രൂപപ്പെടുത്തുക. അണ്ടർലൈൻ ചെയ്തേ.
An administrator duty is to form the policy that run the facility and make better the patient experience. അപ്പൊ അങ്ങനെ ആ പോളിസി അവര് രൂപീകരിക്കുന്നതിലൂടെ ഓക്കെ എന്താണ് പേഷ്യൻസിന്റെ അനുഭവം പേഷ്യന്റ് എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുന്നു അല്ലെ. ഫോം പോളിസി ഒരു പോളിസി രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. അതിലൂടെ എന്താ പറ്റുന്നത് ഫെസിലിറ്റി ആൻഡ് മേക്ക് ദ ബെറ്റർ ദ പേഷ്യന്റ് എക്സ്പീരിയൻസ്. അപ്പൊ ഒരു കൃത്യമായിട്ടുള്ള ഒരു പോളിസി രൂപീകരിക്കുന്നതിലൂടെ അതിലൂടെ പേഷ്യൻസിന് നല്ലൊരു അനുഭവം നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെ നല്ലൊരു കെയർ ഒക്കെ കൊടുക്കാൻ പറ്റും അത് മെച്ചപ്പെടുത്താൻ പറ്റും. അതാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒക്കെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. Health care administration career are necessary to successful and efficient health care facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ വിജയത്തിനും ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ വിജയത്തിന് എന്ത് അത്യാവശ്യമാണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കരിയർ ആവശ്യമാണ്. ഇനി നോക്കിയേ, owing to the continuous need of the healthcare facility from hospital to nursing home, hospital മുതൽ nursing home വരെയുള്ള then health administration is an important job for those who are interested in improving healthcare policy. ഒരു ഹെൽത്ത് കെയർ പോളിസി രൂപീകരിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് കേട്ടോ അവർക്കൊരു നല്ലൊരു ജോലിയാണ്. എന്താ പറഞ്ഞേക്കുന്നേ? ഹോസ്പിറ്റലുകൾ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള എന്താണ് ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള ആ ആവശ്യം കാരണം എവിടെ മുതല ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യം കാരണം ആ ഒരു ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് താല്പര്യമുള്ളവർക്ക് കണ്ടോ those who are interested in improving healthcare policy improve ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഉറച്ച ജോലിയാണ്. ഫേം ജോബ് കണ്ടോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ഫേം ജോബ്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഉറച്ച ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. എങ്ങനെയുള്ളവർക്ക്? ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. ഓക്കെ, ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള വളർച്ച കാരണം അല്ലെ ആ ആവശ്യം കാരണം ഇപ്പൊ പണ്ടത്തെ പോലെയല്ലല്ലോ കൂടി വരികയല്ലേ ഹോസ്പിറ്റലുകൾ കൂടി വരുന്നു അല്ലെ. എന്തുകൊണ്ടാ? ഒത്തിരി പേഷ്യൻസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യം കാരണം ഇപ്പൊ രോഗങ്ങൾ കൂടുതലല്ലേ. രോഗങ്ങൾ കൂടുന്നതിന്റെ അനുസരിച്ച് ഹോസ്പിറ്റലുകളൊക്കെ കൂടി വരണ്ടേ. അപ്പൊ അത് ആവശ്യം കാരണമാണ്. അപ്പൊ ആർക്കും അസുഖം ഇല്ലെങ്കിൽ ഇത്രയും ഹോസ്പിറ്റലൊന്നും ആവശ്യമില്ല അല്ലെ. ആർക്കും രോഗങ്ങളൊന്നുമില്ല, എല്ലാവരും ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഹോസ്പിറ്റൽ വേണ്ട. പക്ഷെ ഇപ്പത്തെ നമ്മുടെ എന്താ പറയാ ആരോഗ്യസ്ഥിതിയും നമ്മുടെ ഇതൊക്കെ കാരണം എന്താണ് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആവശ്യമുണ്ട് ഇപ്പൊ അല്ലേ. ഹെൽത്ത് കെയർ ഫെസിലിറ്റി നമുക്ക് ആവശ്യമുണ്ട്. അത് ഹോസ്പിറ്റലുകളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഹോസ്പിറ്റൽ വരണം. എന്താ പറയാ ഇത്രയും ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും എപ്പോ ചെന്നാലും നിറച്ച് ആളുകളായിരിക്കും അല്ലെ ഹോസ്പിറ്റലില്. അതാ പറഞ്ഞ അതിന്റെ ആവശ്യം കാരണം നിരന്തരമായിട്ടുള്ള ഈ എവിടെ മുതല് ഹോസ്പിറ്റൽ മുതല് നഴ്സിംഗ് ഹോം വരെയുള്ള ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ആ കണ്ടിന്യൂസ് തുടർച്ചയായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ആവശ്യം കാരണം ഈ ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫേം ജോബ് എന്ന് വെച്ചാൽ ഒരു ഉറച്ച ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയാണ്. ക്ലിയർ ആയോ? ഇതൊക്കെ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ കേട്ടോ നിങ്ങൾ. ഇത് ഇത്രയും വലിയ ഇത് ഇൻട്രൊഡക്ഷൻ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഓക്കെ ആണ്. ഇത് എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണ്, അവരെന്താ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അണ്ടർലൈൻ ചെയ്തെടുത്തിട്ടൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കാം. ബാക്കിയിട്ട് എന്തായാലും ഒറ്റ സെന്റൻസിൽ നമ്മൾ ആദ്യമേ ഒന്ന് പഠിച്ചതാണ് അല്ലെ ഓവറോൾ മാനേജ്മെന്റ്. അതാണ് ഒറ്റ സെന്റൻസിൽ നമുക്ക് പറയാം ഹോസ്പിറ്റലിന്റെ ഓവറോൾ മാനേജ്മെന്റ്. അതാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പേജ് നമ്പർ എത്രയാണ്? 40 അല്ലേ? 40 41 ദേവികയ്ക്ക് 41. ഓക്കെ,
Then ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ may include the oversight. ഇത്രയും കാര്യങ്ങൾ താഴെ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഇല്ലേ, അത്രയും കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കണം കേട്ടോ. മേൽനോട്ടവും മാനേജ്മെന്റും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ may include the oversight and management. എന്തിന്റെയൊക്കെ കൈകാര്യവും മേൽനോട്ടം വഹിക്കണം നോക്കി, എന്തിന്റെയൊക്കെ ചെയ്യണം ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. Healthcare administration may include the oversight and management of. ഇത് important ആണ് കേട്ടോ. ഈ പോയിന്റ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്. 5 പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്, അതൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അവര് മേൽനോട്ടവും മാനേജ്മെന്റും ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്? ആൻഡ് എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം, ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള എന്താണ് മേൽനോട്ടവും മാനേജ്മെന്റും, മൊത്തത്തിലുള്ള മേൽനോട്ടവും മാനേജ്മെന്റും കിട്ടിയോ? ആൻഡ് എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം, ആ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള മേൽനോട്ടവും മാനേജ്മെന്റ് ചെയ്യണം. അടുത്ത് നോക്കിയേ, സ്പെസിഫിക് ഫെസിലിറ്റീസ്, പ്രത്യേക സൗകര്യങ്ങൾ സച്ച് ആസ് ഫിസിഷ്യൻ പ്രാക്ടീസ്, ഹോസ്പിറ്റൽ ആൻഡ് ഹോം ഹെൽത്ത് ഏജൻസീസ്, ഇതിന്റെ മേൽനോട്ടവും മാനേജ്മെന്റും ഉണ്ടോ? പ്രത്യേക ഫെസിലിറ്റി ആണ് ഫിസിഷ്യൻ പ്രാക്ടീസ്, ഹോസ്പിറ്റൽ, ഹോം ഹെൽത്ത് ഏജൻസി, ഇതിന്റെ തുടങ്ങിയ പ്രത്യേക സൗകര്യങ്ങളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. അടുത്ത് നോക്കിയേ, സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ്സ്, പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാ? ലൈക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാർഡിയാക് കെയർ യൂണിറ്റ്, ഇങ്ങനെയുള്ള പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകളുടെ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ്, മേൽനോട്ടവും മാനേജ്മെന്റും. സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയ ഏതൊക്കെ? നേഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി, ആൻഡ് കാർഡിയോളജി തുടങ്ങിയ ക്ലിനിക്കൽ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. സ്പെസിഫിക് ഏരിയ ലൈക്ക് സ്റ്റാഫിംഗ്, ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് ഫിനാൻസ് തുടങ്ങിയ പ്രത്യേക ഏരിയകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും, തുടങ്ങിയ മേഖലകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും, ഇതെല്ലാം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എന്തിന്റെയൊക്കെ? മൊത്തത്തിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മേൽനോട്ടവും മാനേജ്മെന്റും, പ്രത്യേക ഫെസിലിറ്റികളുടെ മേൽനോട്ടവും മാനേജ്മെന്റും, സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് മേൽനോട്ടവും മാനേജ്മെന്റും, സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസിന്റെ മേൽനോട്ടവും മാനേജ്മെന്റും, സ്പെസിഫിക് ഏരിയാസ് സ്റ്റാഫിംഗ്, ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻ, ഫിനാൻസ് തുടങ്ങിയ പ്രത്യേക ഏരിയകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. നിങ്ങൾ അത് ഫുള്ള് അണ്ടർലൈൻ ചെയ്തില്ലെങ്കിൽ പോലും അതിനകത്ത് ഇത് മാത്രം നോക്കി വെക്കാം കേട്ടോ. അതിന്റെ ഹെൽത്ത് കെയർ സിസ്റ്റം, സ്പെസിഫിക് ഫെസിലിറ്റി, സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്, സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ്, സ്പെസിഫിക് ഏരിയ, ഇതിന്റെ എല്ലാം മേൽനോട്ടവും മാനേജ്മെന്റും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട. ഓക്കെ, ക്ലിയർ ആണോ? നോക്കി ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ഇനി അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ആ ക്ലിനിക്കൽ ഏരിയാസ് ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ ജസ്റ്റ് സ്പെസിഫൈ ചെയ്തേണ്ട, അതുകൂടി ഒന്ന് നോക്കി വെച്ചോ. ക്രിട്ടിക്കൽ ഏരിയയിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്, ഇതിന്റെ എല്ലാത്തിന്റെ മേൽനോട്ടവും മാനേജ്മെന്റും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ വന്നതാണ്. ഇങ്ങനെ തന്നെ ചോദിക്കാം എക്സാമിന്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ include the oversight and management of dash, എന്നിട്ട് ഈ ഓപ്ഷൻസും തരാം കേട്ടോ. ഇനി പ്രിൻസിപ്പൾസ് ആണ്, അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതെന്ന് പറഞ്ഞാൽ കുറെ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നേണ്ട്. ഈ പ്രിൻസിപ്പൾസ് ഒബ്ജക്റ്റീവ്സ് ഒന്നും അങ്ങനെ അധികം എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല. ഇതൊക്കെ ഒരു എന്താ പറയാ, ഒരു തിയറി പോലെ നിങ്ങൾ ഇതൊക്കെ നമ്മൾ എന്തായാലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇതെല്ലാം പോയിന്റ് ആണ്. വലിയ വലിയ പോയിന്റ്സ് ഉണ്ട്, അത് നമുക്ക് ഷോർട്ട് ചെയ്ത് എളുപ്പത്തിന് നമുക്ക് ഷോർട്ട് ചെയ്ത് ഞാൻ തരാം. എന്താണ് അതിനകത്ത് വന്നത്, പ്രിൻസിപ്പിൾസിൽ വന്നത് എന്തൊക്കെയാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ തത്വങ്ങള്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ബൈ പാർട്ട് ചെയ്യണ്ട,
ഇത്രയും പോയിന്റ്സ് എത്ര പോയിന്റ് ഉണ്ടത്? എത്ര 13 പോയിന്റ്സ് ഉണ്ട് പ്രിൻസിപ്പിൾസ്. പോയിന്റ്സ് ആരും ബൈ ഹാർട്ട് ചെയ്യണ്ട, എന്താന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അഥവാ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിലും അഥവാ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇത് ഇന്ന ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസിൽ വന്നതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. ഇത് ഓരോന്ന് വായിക്കുമ്പോൾ നമുക്കത് അതിന്റെ ഒപ്പത്തിൽ നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. എന്താണ് നമുക്കൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? This should be the national health policy. എങ്ങനെയായിരിക്കണം ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ? അതിന്റെ തത്വം എന്ന് പറഞ്ഞ് എന്തനുസരിച്ചതായിരിക്കണം? നാഷണൽ ഹെൽത്ത് പോളിസി ആയിരിക്കണം. ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി, അതായത് നാഷണൽ ഹെൽത്ത് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നമ്മുടെ ഈ ഹെൽത്ത് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്ക് ഫിസിക്കലി ഒരു പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്ന ഒരു ഹെൽത്ത് പോളിസികളാണ്. അതായത് ഭാവിയിലേക്കുള്ള ആരോഗ്യ പരിപാടികൾ നയിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഫ്യൂച്ചറിലുള്ള ആരോഗ്യ പരിപാടികളൊക്കെ നയിക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഈ ഹെൽത്ത് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ഒരു നാഷണൽ ഹെൽത്ത് പോളിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. നമുക്ക് ഈ പേഷ്യൻസിന്റെ ഹെൽത്ത് വെൽബീയിങ് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഈ നാഷണൽ ഹെൽത്ത് പോളിസി അത് അങ്ങനെ ആയിരിക്കണം ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു തത്വമാണ് എങ്ങനെ വേണം. ദിസ് ഷുഡ് ബി നാഷണൽ ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി, അങ്ങനെ ആയിരിക്കണം. ഒരു ആരോഗ്യകരമായിട്ടുള്ള ദേശീയ നയം, ആരോഗ്യ നയമായിരിക്കണം. ആരോഗ്യകരമായിട്ടുള്ള ദേശീയ ആരോഗ്യ നയമായിരിക്കണം ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. Sound health administrative structure may be framed for implementation of the health policy. ഇനി ഈ ആരോഗ്യ നയങ്ങള് നടപ്പിലാക്കുന്നതിന് മികച്ച ഒരു ആരോഗ്യ ഘടന രൂപപ്പെടുത്തണം. Sound health administrative structure may be framed. അത് ഫ്രെയിം ചെയ്യണം. ഒരു നല്ലൊരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ രൂപപ്പെടുത്തിയെടുക്കണം. അത് എന്തിനു വേണ്ടി? ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. ഈ ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ, നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു മികച്ച, സൗണ്ട് എന്ന് പറഞ്ഞാൽ മികച്ച എന്നുള്ളതാട്ടോ മീനിങ്. ഒരു നല്ലൊരു മികച്ച ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം. ഓക്കെ, 2 പോയിന്റാ പറഞ്ഞത്. ഒന്നാമത്തെ എങ്ങനെയായിരിക്കണം ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, എങ്ങനെ വേണം പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ തത്വം എന്ന് പറഞ്ഞാൽ എന്തിനു ബേസ് ചെയ്തിട്ടായിരിക്കണം? ഒരു ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി ആയിരിക്കണം. ഒരു ആരോഗ്യകരമായിട്ടുള്ള ദേശീയ ആരോഗ്യ നയമായിരിക്കണം ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ഫ്രെയിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പ്രിൻസിപ്പിൾസാ പറയുന്നത്, തത്വങ്ങളാ. എങ്ങനെയായിരിക്കണം? It should be healthy നാഷണൽ ഹെൽത്ത് പോളിസി. ഇനി അടുത്ത് പറഞ്ഞാൽ ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കണം. നമ്മൾ ഇഷ്ടമുള്ള തോന്നിയ രീതിയിലാകാൻ പാടില്ല. ഒരു നല്ലൊരു സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. ഈ ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എന്ത് വേണം? ഒരു മികച്ച അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. There should be integration of preventive and curative services at all administrative level. എല്ലാ ഭരണതലങ്ങളിലും, എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിലും പ്രതിരോധ ക്യൂറേറ്റീവ് രോഗശമന സേവനങ്ങളുടെ, ക്യൂറേറ്റീവ് സർവീസുകളുടെ ഒരു ഇന്റഗ്രേഷൻ, ഒരു സംയോജനം ഉണ്ടായിരിക്കണം കേട്ടോ. ഇതിന്റെയൊക്കെ പ്രിവെന്റീവ് ക്യൂറേറ്റീവ് സർവീസിന്റെ ഒരു ഇന്റഗ്രേഷൻ ആയിരിക്കണം. അതെങ്ങനെ? എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിലും there should be
Integration of preventive and curative services at all administrative level. എല്ലാ ഭരണതലങ്ങളിലും ഒരു പ്രിവെന്റീവ് ക്യൂറേറ്റീവ് സർവീസിന്റെ എന്താ ഒരു ഇന്റഗ്രേഷൻ, ഒരു സംയോജനമായിരിക്കണം. ഇനി അടുത്തതാണ് നോക്കിയേ, there should be centralized direction, ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ആയിരിക്കണം. ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് വികേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. അത് എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ ഒരു സെൻട്രലായിരിക്കണം, ഒരു സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ ആയിരിക്കണം. അതായത് സെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ സെന്റർ ആയിരിക്കണം. ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ മാനേജ്മെന്റിന്റെ ഒരു സ്ഥാനമാണ് തീരുമാനം എടുക്കുന്നതിനുള്ള അധികാരം വഹിക്കുന്നത്. അതാണ് മാനേജ്മെന്റ്, ഒരു ഉയർന്ന സ്ഥാനമാണ് തീരുമാനം എടുക്കുന്നതിനുള്ള അധികാരം ഒരു വഹിക്കുന്നത്. അതാണ് ഏത്? സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ, ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഡയറക്ഷൻ. അതുപോലെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം? അത് പല ഇതായിരിക്കണം. ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ ആയിരിക്കണം, ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ ആയിരിക്കണം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ അവിടെ എന്താണോ ഡയറക്ഷൻ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. കണ്ടോ? അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ ഡയറക്ഷൻ സെൻട്രലൈസ്ഡ് ആണ്, ഒരു സെൻട്രൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ആണ്. അതനുസരിച്ച് എന്ത് ചെയ്യണം? പ്രവർത്തനങ്ങൾ എന്താ? ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കണം, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. Then അടുത്ത നോക്കിയേ, planned health program should be based on priority and must meet the healthcare requirements of people. ഇനി ഹെൽത്ത് പ്രോഗ്രാം എങ്ങനെയാണ് പ്ലാൻ ചെയ്ത്? പ്രിയോറിറ്റി, മുൻഗണനാക്രമത്തിലായിരിക്കണം. ഉണ്ടോ? പ്ലാൻഡ് ഹെൽത്ത് പ്രോഗ്രാം ഷുഡ് ബി ബേസ്ഡ് ഓൺ എന്തിനു ബേസ് ചെയ്തായിരിക്കണം? പ്രിയോറിറ്റി, മുൻഗണനയെ അടിസ്ഥാനമാക്കിയായിരിക്കണം. ആൻഡ് മസ്റ്റ് മീറ്റ് ദ ഹെൽത്ത് റിക്വയർമെന്റ്സ് ഓഫ് ദ പീപ്പിൾ. എങ്ങനെയായിരിക്കണം? ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ് അതിനെ മീറ്റ് ചെയ്യുന്ന, അതിനെ പാലിക്കുന്ന രീതിയിലായിരിക്കണം. ഉണ്ടോ? നമുക്ക് അവിടുത്തെ എല്ലാ ഹെൽത്ത് പ്രോഗ്രാമിനും പ്ലാൻ ചെയ്യേണ്ടത് ഒരു പ്രിയോറിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം, മുൻഗണനാക്രമത്തിലായിരിക്കണം. അങ്ങനെ അത് പ്ലാൻ ചെയ്യണം. ഹെൽത്ത് പ്രോഗ്രാം അങ്ങനെ പ്ലാൻ ചെയ്യണം. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? അവിടുത്തെ ആളുകളുടെ റിക്വയർമെന്റ്സ്, ആവശ്യകതകൾ പാലിക്കുന്ന രീതിയിലായിരിക്കണം. ഉണ്ടോ? ആ ഹെൽത്ത് പ്രോഗ്രാം വെറുതെ എന്തെങ്കിലും പ്രോഗ്രാം നടത്തിയാൽ പോരാ, അല്ലെ? അവിടെ പ്രിയോറിറ്റി നോക്കണം. ഏറ്റവും വയ്യാത്ത അല്ലെങ്കിൽ നമ്മള് പറയില്ലേ, ഏജ്ഡ് ആയിട്ടുള്ള സീനിയർ സിറ്റിസൺഷിപ്പ് അങ്ങനെയുള്ളവർക്കൊക്കെ പ്രിയോറിറ്റി മുൻഗണന കൊടുക്കുന്നില്ലേ കുട്ടികൾക്ക്? അങ്ങനെ ഉള്ള അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ആസൂത്രണം ചെയ്യുക. അതുപോലെ തന്നെ ആ ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ് പാലിക്കുന്ന രീതിയിലും ആയിരിക്കണം. 5 പോയിന്റ്സ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഈ പോയിന്റ്സ് കണ്ട ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. ഇത്രയും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണ്ടാവും. പ്രിൻസിപ്പിൾസോ ഒബ്ജക്റ്റീവ്സോ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലോ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ടെസ്റ്റിലുള്ളത് കൊണ്ട് നമുക്കത് പഠിക്കാതിരിക്കാനും പറ്റില്ല. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന് 4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒത്തിരി ഏരിയകൾ നമ്മൾ ഇനി അടുത്ത ലാസ്റ്റ് എത്തുന്നവരേക്കും ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഇതിലധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, നമുക്ക് വായിച്ച് എന്താ പറഞ്ഞേക്കണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും. ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കാം. 5 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ.